എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 39 റിവ്യൂ ആണ്. ആദ്യം തന്നെ കാണിക്കുന്നത് അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അതിൽ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്, ഷാനവാസിൻ്റെ കയ്യിൽ കടിച്ച കാര്യം ഞാൻ അറിയാതെ ചെയ്തു പോയ കാര്യമാണ് എന്ന്. അപ്പം ഷാനവാസ് ചോദിക്കുന്നത് എന്നാലും ഇങ്ങനെ കടിച്ചു പറിക്കാൻ പാടുണ്ടോയെന്ന്. അപ്പം അനീഷ് പറയുന്നു, എൻ്റെ വായിൽ കൊണ്ട് കൈവച്ചിട്ടല്ലേ, അത് നീ അർഹിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പം ഷാനവാസ് അനീഷിനോട് പറയുകയാണ്, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്നതും ഞാനാണ് എന്ന്. അപ്പം അനീഷ് പറയുന്നു, എന്നെ ആരും സ്നേഹിക്കേണ്ട, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗെയിം എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്നേഹവും കരുതലും ഒന്നും വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നു, നീയും അങ്ങനെ തന്നെയല്ലേ, കാരണം നിനക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ ഓപ്പണായിട്ട് വന്നിട്ട് നോമിനേഷൻ ചെയ്തത് നിന്റെ ഗെയിം അല്ലേ എന്ന് ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും കൂടെ ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് ഈ വീക്ക്ലി ടാസ്കിൻ്റെ കാര്യം പറയാണ്. ഇന്നലെ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അത് തൊഴിലാളികളുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, മറിച്ച് സർക്കസിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ പണിപ്പുരയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ തൊഴിലാളികൾക്ക് ആർക്കെങ്കിലും സർക്കസിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറയുന്നു. പ്രത്യേകം ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, സർക്കസിൽ പെർഫോം ചെയ്യുന്ന ഗോൾഡ് കോയിൻ കയ്യിലുള്ള ആൾക്കാർക്ക് മാത്രമേ പണിപ്പുരയിൽ പോയിട്ട് ഇവരുടെ ലക്ഷറി ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. അത് തൊഴിലാളികൾക്ക് പണിപ്പുരയിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഈ ഗോൾഡ് കോയിൻ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നുള്ളത്. അതിൽ ഷാനവാസും ഒണിയിലും മസ്താനിയും അവരുടെ ഗോൾഡ് കോയിൻ ആർക്കും കൊടുക്കുന്നില്ല. ബിന്നി വന്നിട്ട് അനീഷിനൊരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു, ജിഷിൻ സാബുമാന് കൊടുക്കുന്നു, ലക്ഷ്മി നെവിനും ആദില ജിസേലിനും കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ 3 പേര് ഷാനവാസും ഒണിയിലും മസ്താനിയും ആർക്കും കൊടുക്കുന്നില്ല. അപ്പം ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരാൾക്ക് ഒന്നിലധികം ഗോൾഡ് കോയിൻ കൊടുക്കാം, അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ കൊടുക്കാതെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 3 പേരും കൊടുക്കാതെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 പേരും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കോയിൻസ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ 3 പേരും പറയുന്നു, ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ മിച്ചുള്ള കോയിൻസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കാനായിട്ട്. അങ്ങനെ ആ 3 കോയിൻസും വേസ്റ്റായി. അപ്പം ജിഷിൻ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും. അപ്പോൾ ജിഷിൻ പറയുന്നു, ഇത് ഒന്നിലധികം കോയിൻസ് ആർക്കെങ്കിലും കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൂടുതൽ സമയം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ജിഷിൻ ഒണീലിനെയും ഷാനവാസിനെയൊക്കെ ഇതിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഒണീൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ളതാണ് ആ ഗോൾഡ് കോയിൻ, നിന്നെ പോലെ കൈയും കാലും പിടിച്ച് മേടിച്ചല്ല എന്ന് പറയുന്നുണ്ട്. കഷ്ടപ്പെട്ട് മേടിച്ചാലും അതിനിപ്പോൾ ഒരു ഉപകാരം ഇല്ലാതെ വേസ്റ്റാക്കി കളഞ്ഞല്ലോ. അപ്പോൾ ഷാനവാസിനെ അതേപോലെ തന്നെ കളിയാക്കുന്നുണ്ട്. ഈ അക്ബർ വന്നിട്ട് അനുമോൾക്ക് ഒരു ഗോൾഡ് കോയിൻ പോലും കിട്ടാത്തതിന് അനുമോളെ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് വീക്ക്ലി ടാസ്കിൻ്റെ 2ാം ഘട്ടമാണ്. അപ്പോൾ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഈ ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ആരുടെ കയ്യിലാണോ അവർ ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ വരും. അപ്പോൾ ഇന്നലെ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് കോയിൻസ് ഒന്നും തന്നെ നൂറ ആർക്കും കൊടുത്തിട്ടില്ല. അത് നൂറേൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നൂറേൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ നൂറയ്ക്ക് 2 ബ്ലാക്ക് കോയിൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു, നൂതില ചെരുപ്പ് ഫാക്ടറിൻ്റെ ഉപയോഗിച്ചിരുന്ന 2 മെഷീനിൽ ഒരെണ്ണം വേറൊരു കമ്പനി വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഇന്ന് ഒരു മെഷീൻ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എന്നാൽ വിദേശത്ത് നിന്ന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഓർഡറുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ ചെയ്തു കൊടുക്കേണ്ടത് 50 ജോഡി ചെരുപ്പുകളാണ്. അതേപോലെ ഈ തൊഴിലാളികൾക്ക് ഈ ടാസ്ക് എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക നൂറയ്ക്കാണെന്നും അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണി കിട്ടുന്നത് നൂറയ്ക്കാണെന്നുള്ള ഏകദേശ ധാരണ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും പണി എടുക്കത്തില്ല എന്നുള്ളൊരു ധാരണയിലാണ്. പ്രത്യേകിച്ച് അക്ബർ, അഭിലാഷ്, ഒണീൽ, ഷാനവാസ്, മസ്താനി, ലക്ഷ്മി ഇവരൊക്കെ കൂടെ ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ ടാസ്ക് മനസ്സിലായ സമയത്ത് ഞാൻ വിചാരിച്ചു, ശരി ഇവർ നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഈ ആക്ടിവിറ്റി റൂമിൽ ചെന്നതിന് ശേഷം മാക്സിമം പണി എടുക്കാൻ നിന്ന് ഓർഡർ കംപ്ലീറ്റ് ആക്കാൻ നിന്ന് നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറിയതിന് ശേഷം പിന്നെ അടി പിടി കയ്യാങ്കളി അക്രമം. ഫാക്ടറി ആയതുകൊണ്ട് തന്നെ അവിടെ മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിടിച്ചിട്ട് പിടിവലിയായി അടിയായി. അവസാനം നൂറേൻ്റെ കൈ മുറിയുന്നു, അക്ബറിൻ്റെ കൈ മുറിയുന്നു. അക്ബർ പ്രോപ്പർട്ടീസൊക്കെ വലിച്ചെറിയുന്ന സമയത്ത് ഷാനവാസിൻ്റെ മുഖത്ത് നിന്ന് കൊള്ളുന്നുണ്ട്. പക്ഷേ ഷാനവാസ് ഒരു അക്ഷരം മിണ്ടാതെ ആ ഏറ് കൊണ്ടിട്ട് ഒരു സൈഡിൽ മാറി നിൽക്കുന്നു. ഒന്നും പറയുന്നേ ഇല്ല അതിനെതിരെ. ഇവരുടെ ഈ അക്രമം കൂടിയ സമയത്ത് ബിഗ് ബോസ് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് റദ്ദാക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അക്ബർ പറയുകയാണ്, അതാണ് വേണ്ട, ഞങ്ങൾക്ക്
ആൾക്കും വേണ്ടത് ടാസ്ക് റദ്ദാക്കിയാൽ മതി എന്നുള്ളത്. ഈ അക്ബർ യൂണിയൻ ലീഡർ ആയതുകൊണ്ട് തന്നെ അക്ബറിന് ഈ ടാസ്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. വളരെ ഫണ്ണായിട്ട് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. കാരണം അക്ബർ പറയുന്നതിനൊപ്പമായിരുന്നു ഈ അഭിലാഷും ഒണിയിലും ഷാനവാസും മസ്താനിയും ലക്ഷ്മിയൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകായിരുന്നു. ഇതിപ്പോൾ ഇവർ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് എളുപ്പമല്ലേ? വരിക, അക്രമം കാണിക്കുക, പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക, ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. അതിലിപ്പോൾ എന്താണ് ഒരു ഗെയിം ഉള്ളത്? അത് മൈൻഡ് ഗെയിം അല്ലല്ലോ, മണ്ടത്തരല്ലേ? അങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ ഏത് ടാസ്ക് വന്നാലും ഈ അക്ബർ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഏത് ടാസ്ക് വന്നാലും ഭയങ്കര അഗ്രഷൻ കാണിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങനത്തേക്കൊരു രീതിയിലാണ്. അപ്പോൾ ഈ ടാസ്ക് മൊത്തം കൊളാക്കുന്ന തരത്തിൽ അതിൻ്റെ രസം മുഴുവനും കളയുന്ന തരത്തിലുള്ളൊരു പ്രകടനമാണ് ഇന്നലെ അക്ബറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലത്തെ ആ പെർഫോമൻസിനോട് യോജിക്കാൻ കഴിയില്ല. ഒന്നാമത് ഇവർക്ക് ഈ ടാസ്ക് എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ അതവിടെ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. ഇവർ നല്ല രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കി അവിടെ ഒരു മൈൻഡ് ഗെയിം കളിച്ച് പണി കുറച്ച് സ്ലോ ആക്കി ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ച് അതിനിടയ്ക്ക് കുറച്ച് ഫണ്ട് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിട്ടും ഇപ്പം ഏത് ടാസ്ക് വന്നാലും ഈ സീസണിലുള്ള മത്സരാർത്ഥികൾ ഒരിക്കലും ഈ ബുദ്ധി ഉപയോഗിച്ച് ആ ടാസ്കിനെ കൈകാര്യം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പകരം അവർ ഈ കയ്യൂക്ക് കാണിച്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി കാണിച്ചിട്ടുമാണ് ആ ടാസ്ക് അവിടെ അവസാനിപ്പിക്കാറ് പതിവ്. അതേപോലെ ഈ ടാസ്കിൽ നൂറേൻ്റെ ഭാഗത്താണ് ആദിലയും ബിന്നിയും ജിഷനും നിൽക്കുന്നത്. അപ്പോൾ ഈ അക്ബറും ടീമും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി ഇവരുടെ പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് മാറ്റിവെച്ച് ഇവരെ പണിയെടുക്കാൻ ഒന്നും സമ്മതിക്കാൻ നിന്നിട്ടും ആ സാഹചര്യത്തിൽ നിന്നും ഇവർ 25ഓളം ചെരുപ്പുകൾ ഉണ്ടാക്കി. അത് ഇവർ ഈ 3 പേരും ഗെയിം കറക്റ്റായിട്ട് മനസ്സിലാക്കി കളിച്ചു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അവർ നിന്നു എന്നുള്ളതാണ്. ഏതായാലും ടാസ്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അത് കൊളാക്കി തന്നു എന്നും പറയാം. ഏതായാലും ഇവർ ഈ ആക്ടിവിറ്റി റൂമിൽ കിടന്ന് നിൽക്കേണ്ട ബഹളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് ഈ അകത്ത് നെവിൻ ഇരുന്നിട്ട് ജിസേലിനെ ഭയങ്കരമായിട്ടും പുകഴ്ത്തുന്നു, അനുമോളിനെ കളിയാക്കിയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന അനീഷ് പറയുന്നു നെവിൻ കുറച്ചും കൂടെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന്. അപ്പോൾ നെവിൻ പറയുന്നു ഞാനിവിടെ നിങ്ങളെപ്പോലെ മദർ തെരേസ കളിക്കാനായിട്ട് വന്നതല്ല എന്ന് പറയുന്നു. എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ കൊടുങ്കാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അനീഷ് പറയുന്നു വെറുതെ അല്ല കൊടുങ്കാറ്റിൽ ആടി കുലഞ്ഞ് നിൽക്കുന്നതെന്നുള്ളത്, അതിൽ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ആ പ്രൊമോയിൽ വന്നിട്ടുള്ള അനീഷിൻ്റെയും നെവിൻ്റെയും കോൺവെർസേഷൻ. പിന്നീട് വീണ്ടും ഈ ആക്ടിവിറ്റി റൂമാണ് കാണിക്കുന്നത്. അതിൽ ബിഗ് ബോസ് ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ചെരുപ്പുകൾ പൂർത്തിയാക്കി എന്നുള്ളത്. അപ്പോൾ ഈ 100ഒക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തലേ ദിവസം ഇവർ ചെയ്തിട്ടുള്ള ചെരുപ്പുകളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇവർ പറയുന്നു ഗോഡൗണിൽ സൂക്ഷിച്ചിരുന്ന ഞങ്ങളുടെ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അത് നടക്കില്ല, ഇന്ന് നിങ്ങൾ തന്നിട്ടുള്ള ഓർഡറിൽ എത്ര എണ്ണം ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ 25 ചെരുപ്പുകളാണ് ഇവരുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിൽ നൂറേൻ ടീമും പരാജയപ്പെട്ടു. പിന്നീട് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് ഈ കോയിൻസ് എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് പറയുകയാണ്. അതിൽ അക്ബറിന് ഒരു ബ്ലാക്ക് കോയിനും കൊടുക്കുന്നു, അഭിലാഷിന് 2 ബ്ലാക്ക് കോയിൻസും കൊടുക്കുന്നു. ഇന്ന് നൂറേൻ്റെ കയ്യിൽ മൊത്തം 3 ബ്ലാക്ക് കോയിൻസാണ് വിതരണം ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബിന്നിക്കും അതേപോലെ ആദിലയ്ക്കും ജിഷിനും 3 കോയിൻസ് വീതം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നിലവിൽ ബ്ലാക്ക് കോയിൻസ് ഉള്ളത് അക്ബറിൻ്റെ കയ്യിൽ 1 ഉണ്ട്, നൂറേൻ്റെ കയ്യിൽ 2 ഉണ്ട്, അഭിലാഷിൻ്റെ കയ്യിൽ 2 ഉണ്ട്. അതേപോലെ തന്നെ ഈ അക്ബറും ഒണിയിലും ഒക്കെ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ബ്ലാക്ക് കോയിൻസ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം, എന്നിട്ട് അത് അനുമോൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് കോയിൻസ് ഈ സർക്കസിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അത് കൊടുക്കാൻ പറ്റില്ല, ബ്ലാക്ക് കോയിൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ ആർക്കാണോ കിട്ടിയിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് കണക്കാക്കുക, ഗോൾഡ് കോയിൻസ് മാത്രമേ സർക്കസിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റൂ എന്നുള്ളത്. അങ്ങനെ ഇന്നലെ ഇവർ പ്ലാൻ ചെയ്തതെല്ലാം മൊത്തത്തിൽ പരാജയപ്പെടുന്നതാണ് കണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് BB സർക്കസ് ആണ്. അനീഷാണ് റിംഗ് മാസ്റ്റർ, അനീഷിൻ്റെ സഹായിയാണ് സാബുമാൻ. ബാക്കി ഇന്നലത്തെ അതേ മൃഗങ്ങൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ശരിക്കും ഈ സാബുമാൻ എന്തിനാണ് ബിഗ് ബോസിൽ വന്നതെന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം വായ തുറന്നൊന്ന് സംസാരിക്കണ്ടേ? പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു അവസരം കൊടുത്തു, പല അവസരങ്ങൾ കൊടുത്തു. പക്ഷേ ഈ ചിരിയല്ലാതെ വേറെ ഒരു വാക്ക് പോലും സാബുമാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ BB സർക്കസിൽ പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ, അത് റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള അനീഷ് ആയാലും മറ്റു മൃഗങ്ങളായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരും ആയാലും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇനി ഇവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് വേണമെങ്കിൽ ഗോൾഡ് കോയിൻസ് കൊടുക്കാമെന്ന് പറയുന്നു. അതിൽ ബിന്നി വന്നിട്ട് പ്രവീണിനും ആര്യനും അനുമോൾക്കും ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നുണ്ട്. ജിഷിൻ അനീഷിനും ആര്യനും അനുമോൾക്കും കൊടുക്കുന്നു. ആദില അനുമോൾക്കും പ്രവീണിനും സാബുമാനും ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്
ബിന്നിക്കും റെനയ്ക്കും വൈകി വന്നൊരു ബോധോദയം. അതായത് ഇവിടെ ആര്യനും ജിസേലിനും എപ്പോഴും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ജിസേലിന്. ഏത് ടീം, ഈ കിച്ചൺ ടീമിൽ ഏത് ആൾക്കാർ വന്നാലും അവിടെയൊക്കെ ജിസേലിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്, സ്പെഷ്യൽ ഫുഡ് ഇവരുണ്ടാക്കി കഴിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം അതിന് കൂട്ട് നിന്നിട്ടുള്ള ആളാണ് റെനയൊക്കെ, അതിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ള ആളുമാണ് റെന. ഇപ്പം എന്ത് പറ്റിയോ എന്തോ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണ്, അതിനെതിരെ ചോദ്യം ചെയ്യണമെന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയും രാത്രി ഈ ആലു പറാത്ത ഉണ്ടാക്കുന്ന സമയത്ത് ബിന്നി അതിൽ ഇടപെടുകയും അത് ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും അത് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള പ്രവീണിൻ്റെ അടുത്ത് ആ വിഷയം ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അനീഷ് ഇവിടെ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ന്യായം. അതായത് ഈ ആലു പറാത്ത ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് ആര്യനും ജിസേലും പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുക, എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കുക, അപ്പോൾ പിന്നെ എന്ത് കള്ളത്തരം പറഞ്ഞിട്ട് ഇവർ ഇരിക്കുമോ എന്നുള്ളത് അറിയാമല്ലോ എന്ന് പറയുന്നു. അത് പിന്നെ പ്രവീൺ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ബിന്നിയും റെനയൊക്കെ അതിനൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റെനയ്ക്ക് പൂർണ്ണമായിട്ടും ഇതിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതിൻ്റെ പങ്ക് പറ്റി ഇവരുടെ കൂടെ നിന്നിട്ടുള്ളത് മൊത്തം റെനയാണ്. അപ്പം ആര്യൻ വന്നിട്ട് അത് റെനയുടെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഇവർക്കെതിരെ റെനയ്ക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഇവരുടെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെന്നും ഇവരുടെ കൂടെ ഇത്രയും ഒരു അടിമയായിട്ട് നിന്നിട്ട് പോലും നമ്മളോട് ഒരു തരത്തിലും ബഹുമാനം ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ റെനയ്ക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. എന്ത് പറ്റിയിട്ടാണോ എന്തോ, വൈൽഡ് കാർഡ്സ് വന്നിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്നിട്ടാണോ എന്താണോ എന്തോ മാറി നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതാണോ എന്നൊന്നും അറിഞ്ഞുവിടാം. ഏതായാലും ഇത് ആദ്യത്തെ ആഴ്ച മുതലേ ഈ പ്രശ്നം അവിടെ അനുമോൾ ഉന്നയിക്കുന്നുണ്ട്. സരിക ഒരു ദിവസം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജിസേല് മാത്രം സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു എന്ന്. ആ സമയത്തൊക്കെ ജിസേലിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആളാണ് റെന. ഏതായാലും ബിന്നി ജിസേലിനെതിരെ ശക്തമായിട്ട് ഗെയിം കളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള പ്രവീണിൻ്റെ അടുത്ത് ബിന്നി പറയുന്നുണ്ട് ഇവിടെ ചായ ഉണ്ടാക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല, പുറത്തുനിന്ന് ഒരാളും ജിസേല് പ്രത്യേകിച്ച് കിച്ചണിലേക്ക് വരാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രവീൺ പറയുന്നു ശരി, ഇനി നാളെ മുതൽ സമ്മതിക്കത്തില്ല, ഇപ്പം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബിന്നി ശക്തമായിട്ട് തന്നെ ജിസേലിനെതിരെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ എന്ത് ചെയ്തു, നൈസായിട്ട് ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് മുങ്ങി. അനീഷ് ഇത് കണ്ടിട്ട് പോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പ്ലേറ്റ് കഴുകിയിട്ട് പോടാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ആര്യനെ കൊണ്ട് ആ പ്ലേറ്റ് കഴുകിപ്പിച്ചു. എന്നിട്ട് ആര്യൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അനീഷ് കള്ളം പറയുന്നതാണ്. അതായത് ഈ അക്ബറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ആര്യൻ പറയുന്നത് അനീഷ് കള്ളം പറയുന്നതാണ്, ആ പ്ലേറ്റ് കഴുകി വെച്ചു എന്ന്. അപ്പോൾ ആദ്യം വന്ന സമയത്ത് ഇത് എൻ്റെ പ്ലേറ്റ് ആണോ, നോക്ക് ഇത് എൻ്റെ പ്ലേറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അവിടെ കിടന്ന് ഭയങ്കര കള്ളത്തിനും ഷോ ആയിരുന്നു. അവസാനം അനീഷ് അത് ഉറപ്പിച്ച് നിന്ന് നിൻ്റെ പ്ലേറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ആര്യൻ അത് സമ്മതിച്ചു. ആര്യനെ കൊണ്ട് ആ പ്ലേറ്റ് അവിടെ നിന്ന് കഴിയിപ്പിച്ചു. ഇതിൽ അക്ബറിന് ആര്യൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ എന്നിട്ടും അക്ബർ ആര്യനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് പതിയെ ആര്യൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നോട് കള്ളത്തരം പറഞ്ഞത്, നീ പറഞ്ഞത് നീ ആ പ്ലേറ്റ് കഴുകി വെച്ചു, അനീഷ് കള്ളം പറയുകയാണെന്നല്ലേ, നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ക്യാപ്റ്റനായിട്ടുള്ള അഭിലാഷിൻ്റെ അടുത്ത് പോയി അനീഷിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് പോവായിരുന്നു എന്ന്. ഇത് ആര്യന് പകരം അനുമോളോ അനീഷോ വല്ലതും ആവണമായിരുന്നു. അക്ബർ ആ വീട് തിരിച്ചു വെച്ചേനെ, അമ്മാതിരി അഗ്രഷൻ അവിടെ കാണിച്ചേനെ. പക്ഷേ ആര്യനും ജിസേലിനും എതിരെ അക്ബർ ഒരു അക്ഷരം മിണ്ടൂല. അഥവാ മിണ്ടിയെന്ന് വരുത്താൻ വേണ്ടിയിട്ട് നൈസായിട്ട് അവർ കേക്കെ മാത്രം അവിടെ പോയിരുന്നിട്ട് ജസ്റ്റ് ഉപദേശിക്കുന്ന തരത്തിൽ അവരോട് പോയിരുന്നു പറയും. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അക്രമവും കയ്യാങ്കളിയായിട്ട് പോവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ആദിലെ, നൂറെ, ഷാനവാസും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഷാനവാസിന് ഈ ടാസ്കിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരക്ഷരം മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഇരിപ്പായിരുന്നു ഇന്നലെ മുഴുവനും. അപ്പം നൂറേൻ്റെ അടുത്ത് ആദിലേൻ്റെ അടുത്ത് പറയാണ് ഞാൻ ഈ കമ്പനിക്കെതിരെ പിന്നെ അക്രമമൊന്നും കാണിച്ചിട്ടില്ല, എന്നാൽ എനിക്ക് യൂണിയൻ്റെ കൂടെ നിൽക്കുകയും വേണം. ഈ അക്രമമൊന്നും കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒരു ഗോൾഡ് കോയിൻ തരായിരുന്നു, ചില പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തത് ഞാനാണ് എന്നൊക്കെ ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ ഷാനവാസിന് ഈ എന്താണെന്നുള്ളതിന് ഒരു ധാരണ ഇല്ലാത്തതുപോലെയാണ് ഇന്നലത്തെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.